SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചതിൽ പ്രതിഷേധിച്ച് SNDP പറവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ മീറ്റിംഗ് പറവൂർ SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് മുസ്ലിം ലീഗ് യൂത്ത് പ്രവർത്തകർ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചതിൽ പ്രതിഷേധിച്ചാണ് പറവൂർ SNDP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രതിഷേധ മീറ്റിംഗ് പറവൂർ SNDP യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ചതിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് വ്യക്തമാകുന്നതെന്ന് യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ചൂണ്ടിക്കാട്ടി. ഈ സമര ആഹ്വാനം ഇത് SNDP യോഗത്തിന്റെ ഈ ഒരൊറ്റ ഫോൺ കോളിൽ എത്തിയ സമരഭടന്മാരാണിത്. ഇത് SNDP യൂണിയന്റെ കീഴിലുള്ള 72 ശാഖയിലും അറിയിച്ചിരുന്നെങ്കിൽ പറവൂർ പട്ടണം തന്നെ നിശ്ചലമാവുന്ന രീതിയിൽ SNDP യോഗത്തിന്റെ സഹോദരി സഹോദരനെ എത്തിച്ചേരുമായിരുന്നു. ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെയുള്ള നടപടി തിരിച്ചുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ സമരവീര്യം കെടാതെ സൂക്ഷിക്കണം. നമുക്ക് ഒരു സഹോദര സമുദായങ്ങളുടെയും ഒരവകാശം നമുക്ക് വേണ്ട. പക്ഷെ നമുക്ക് സാമൂഹ്യ ജനസംഖ്യാപരമായി നമുക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ തന്നില്ലെങ്കിൽ ഇനി ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേരളമെമ്പാടും പറഞ്ഞു തന്നെ പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ആ ജനറൽ സെക്രട്ടറി സത്യം തുറന്നു പറഞ്ഞപ്പോൾ ആ ജനറൽ സെക്രട്ടറിയുടെ കോലം കത്തിച്ചുകൊണ്ട് ആ നമ്മുടെ സമുദായത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിനും നമ്മുടെ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനെതിരെ ഇവിടുത്തെ ഓരോ ഇഴവനും അണിനിരക്കുന്ന ഒരു സമരം വരാൻ പോവുകയാണ്. കാരണം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ സമരം ഇവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. ഇതൊരു തീയായി ആളിപ്പടർന്നുകൊണ്ട് SNDP യോഗത്തിൻ്റെ കരുത്തിനനുസരിച്ച് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ജ്വാലയായി ഇത് പടരും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, ധൈര്യമുണ്ടെങ്കിൽ യൂത്ത് ലീഗ് ഇറങ്ങി വരട്ടെ, നമുക്ക് നോക്കാം. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട, വാര്യംകുന്നിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സമുദായമാണ് ഇവിടെ നിന്ന് പറയുന്നത്. കാര്യം ശരി, നമുക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. മലപ്പുറത്തെ ഈഴവ സമുദായത്തിന്, തീയ സമുദായത്തിന് ആകെ കിട്ടുന്ന തൊഴിലുറപ്പ് മാത്രമാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിക്കുന്നത്. നേരിട്ട് കണ്ട കാഴ്ചകളാണ് ഞാനിവിടെ പറയുന്നത്. 26 എയ്ഡഡ് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഈ മാറി വന്ന സർക്കാർ മുസ്ലിം ലീഗിന് അനുവദിച്ചു കൊടുത്തപ്പോൾ ഒരു ചെറിയ സ്കൂള് നമ്മുടെ കുട്ടികൾ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ നമുക്ക് തന്നോ? യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS ജയരാജ്, MP ബിനു, D ബാബു, കൗൺസിലർമാരായ KB സുഭാഷ്, D പ്രസന്നകുമാർ, VN നാഗേഷ്, TM ദിലീപ്, VP ഷാജി, കണ്ണൻ കൂട്ടുകാട് കൂടാതെ വനിതാ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും ശാഖാ ഭാരവാഹികളും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ കടയിൽ നിന്ന് സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ കട? മോക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.